ഭയങ്കര പാഷനറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ലാംഗ്വേജ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് now ലൈക്ക് അവർ പറഞ്ഞ പോലെ തന്നെ ഐ കുഡ് സ്പീക്ക് അറൌണ്ട് 13 അല്ലെങ്കിൽ 14 ലാംഗ്വേജസ് ഇപ്പോൾ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ കുറേ. പിന്നെ പോലെ തന്നെ എനിക്ക് സ്റ്റേറ്റ് NSS, ഞാൻ NSS വോളണ്ടിയർ ആയിരുന്നു. സോ സ്റ്റേറ്റ് NSSലെ ബെസ്റ്റ് NSS വോളണ്ടിയർ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഐ ഹാവ് ബീൻ ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ് ടുവേർഡ്സ് മൈ ഡ്രീംസ് ആൻഡ് മൈ ഡിസയർ. ഒരു പറഞ്ഞ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൽ ഒരു ഭാജകം മാത്രമാണ്. അതായത് ഒരു IAS ഓഫീസർ ആവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതുവരെ അതിന് പറഞ്ഞതാണ്, ശരിയാണെന്നറിയില്ല, വാർത്തയിൽ വായിച്ചതാണ്. ഐ വാണ്ട് ടു എക്സ്പാൻഡ് ഇന്ത്യസ് സ്ട്രെങ്ത് ഗ്ലോബലി. എൻ്റെ രാജ്യത്തിൻ്റെ ശക്തി അന്തർദേശീയ തലത്തിൽ വ്യാപിപ്പിക്കണം എന്നാണ് ഫാത്തിമ ഷീ സംസാരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, അതാണ് വിഷൻ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മളെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഫാത്തിമ ഷീയെ പോലുള്ള പെൺകുട്ടിയെ കേൾക്കാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത ആ കുട്ടിയുടെ നേരത്തെ പറഞ്ഞ അവളുടെ ഉപ്പായെ പറ്റിയാണ് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി ഓർക്കാനുള്ളത്. കാരണം ഇവിടെ ആൺകുട്ടികൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾക്കും സമൂഹത്തിനകത്ത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ആൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങളും വ്യക്തമായി ചെയ്യുവാനും സമൂഹത്തിനകത്തേക്ക് പരിവർത്തനങ്ങൾ നടത്തുവാനും ശേഷിയുള്ള പെൺകുട്ടികൾ ഒരുപാട് ഫാത്തിമാച്ചിമാർ ഉണ്ടായേനെ.